സ്വർണത്തിന് തീ വില. കയ്യിലുള്ളത് വിൽക്കണോ അതോ പണയം വെക്കണോ? തികച്ചും ന്യായമായ സംശയം. സ്വർണവില ദിനം പ്രതി കത്തിക്കയറുന്നു. ഇപ്പോഴാകട്ടെ തൊട്ടാ പൊള്ളുമെന്ന സ്ഥിതിയും. അപ്പൊ കയ്യിലുള്ളത് വിറ്റ് കാശാക്കണോ അതോ പണയം വെച്ച് പലിശ അടച്ച് നിൽക്കണോ എന്നൊക്കെയുള്ള സംശയം സ്വാഭാവികം. ഇപ്പൊ ക്ലിയർ ആക്കി തരാം. സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എട്ടിന്റെ പണിയാണെങ്കിലും വിൽക്കാൻ തീരുമാനിച്ചാൽ അത്യാവശ്യം ലാഭമുള്ള സമയമാണിത്. അനുദിനം വിലയേറി വരുമ്പോ ഈ പൊന്മുട്ടിയിടുന്ന താറാവിനെ കൊല്ലണോ എന്ന് സംശയിച്ചാലും അതിൽ തെറ്റു പറയാൻ പറ്റില്ല. ഇന്നത്തെ വിലയനുസരിച്ച് രണ്ട് ഓപ്ഷനും ലാഭകരമാണ്. പക്ഷേ സ്വർണ്ണ വായ്പ കൊണ്ടുള്ള പ്രയോജനം നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള സ്വർണം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നില്ല എന്നതാണ്. വായ്പാ തുക തിരിച്ചടച്ചു കഴിഞ്ഞാൽ അവ തിരികെ നേടാൻ സാധിക്കും. ഇനി അങ്ങോട്ട് വില കൂടുന്ന ലക്ഷണമായതിനാൽ ഭാവിയിൽ കൂടുതൽ നേട്ടമുണ്ടായേക്കാം. വിൽക്കുന്നവർക്ക് നിലവിലെ അത്യാവശ്യങ്ങൾ അനുസരിച്ച് നല്ല വില ലഭിച്ചാൽ അത് ഉപയോഗപ്പെടും. പിന്നെ പണയം വെച്ചടയ്ക്കുന്ന പലിശ പിന്നീട് തിരിച്ചടയ്ക്കാൻ മുതൽ തുക കയ്യിലെടുക്കാൻ കഴിയുമോ എന്ന സാഹചര്യം ഇതൊക്കെ പരിഗണിക്കണം. പിന്നീട് തിരിച്ചു ലഭിക്കാവുന്ന സാഹചര്യം, താൽക്കാലിക ആവശ്യം എന്നിവ പരിഗണിച്ചാൽ പണയമായിരിക്കും ലാഭം. എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ അത് അത്ര ലാഭകരമല്ല. പ്രത്യേകിച്ച് പിന്നീട് മുതൽ തുക കണ്ടെത്താനാകുമെന്ന് ഉറപ്പില്ലാത്ത സാഹചര്യത്തിൽ. അതായത് തിരിച്ചെടുക്കാനുള്ള സാധ്യത കുറവാണെങ്കിൽ, നിങ്ങളുടെ ആവശ്യം സ്ഥിരമാണെങ്കിൽ, ഉദാഹരണത്തിന് വീട്, വാഹനം, സ്ഥലം എന്നിങ്ങനെ, എങ്കിൽ വിൽക്കുന്നതായിരിക്കും ലാഭം. പക്ഷേ ഈ തുക നിങ്ങൾക്ക് പിന്നീട് തിരിച്ചടയ്ക്കാൻ കഴിയുമെങ്കിൽ വില കൂടി വരുന്ന സ്വർണത്തിനെ അങ്ങ് വിട്ടുകളയേണ്ടതില്ലെന്ന് ചുരുക്കം. ഇപ്പൊ ക്ലിയർ ആയില്ലേ?